PM കിസാൻ സമ്പദ് യോജനയ്ക്ക് 1920 കോടി രൂപയുടെ അധിക വിഹിതം ഉൾപ്പെടെ 6520 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര മന്ത്രിസഭായോഗ തീരുമാനം. ഇന്റഗ്രേറ്റഡ് കോൾഡ് ചെയിൻ ആൻഡ് വാല്യൂ അഡീഷൻ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതി പ്രകാരം 50 മൾട്ടി പ്രോഡക്റ്റ് ഫുഡ് ഇറേഡിയേഷൻ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിന് 1000 കോടി രൂപ അനുവദിച്ചു. ഭക്ഷ്യസുരക്ഷയും ഗുണനിലവാരവും ഉറപ്പാക്കാൻ NABL അംഗീകാരമുള്ള 100 ഭക്ഷ്യപരിശോധനാ ലാബുകൾ അനുവദിക്കുന്നതിനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചത്. हम सब जानते हैं इरिडिएशन होने से जो पोस्ट हार्वेस्ट लॉसेस होते हैं, क्रॉप आ गया, क्रॉप आने के बाद में स्टोरेज उसकी करनी है. स्टोरेज करने के लिए जो साइंटिफिक तरीका है वो है उसको इरेडिएट करके स्टोरेज करने का. उससे उसकी लाइफ बढ़ती है और उसके अंदर कंटामिनेशन खत्म हो जाता है एक तरीके से. तो ये जो साइंटिफिक तरीके से फूड के महाराष्ट्र, മധ്യപ്രദേശ്, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഒഡീഷ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെ 13 ജില്ലകളെ ഉൾക്കൊള്ളുന്ന 574 കിലോമീറ്റർ ദൈർഘ്യമുള്ള 4 മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾക്കും മന്ത്രിസഭ അംഗീകാരം നൽകിയതായും അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. 11,169 കോടി രൂപയാണ് പദ്ധതിയുടെ മൊത്തം ചെലവ്. 2000 കോടി രൂപയുടെ ദേശീയ സഹകരണ വികസന കോർപ്പറേഷനുള്ള ഗ്രാൻഡ് ഇൻ എയ്ഡ് പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരവുമുണ്ട്. 8.25 സഹകരണ സംഘങ്ങൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കും. നടപ്പ് സാമ്പത്തിക വർഷം മുതൽ 500 കോടി രൂപ അനുവദിക്കും. ഇതിലൂടെ വിപണിയിൽ 20,000 കോടി രൂപ സമാഹരിക്കാൻ NCDCക്ക് സാധിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.